ഹായ് ഹലോ. ഇന്ന് ഏകദേശം ഒരു 5:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റിരുന്നു കേട്ടോ. കഥ തുറന്നപ്പോൾ നല്ല ഇരുട്ട്. ഇതേ നോക്കാൻ നേരത്തെ ഒരു ആശ എന്നെയും തുറച്ച് നോക്കിയിരിക്കുന്നു. കണ്ടിട്ട് പേടിച്ചു പോയി. പേടിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്ന് അടുപ്പെല്ലാം വൃത്തിയാക്കിയിട്ട് കലവും വെള്ളവും അങ്ങ് വെച്ച്. അതിനുശേഷം എന്താണ് തീ അങ്ങ് കത്തിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഈ പന്തം പോലെ കത്തിപ്പിടിച്ചത്. ഇല്ലെങ്കിൽ കത്തിക്കാൻ ഭയങ്കര പാടായിരുന്നേ. എൻ്റെ തൊണ്ടയ്ക്കാണെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ വെള്ളാതിരിക്കുന്നത്. എന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറൊക്കെ വയ്ക്കാമെന്നും പറഞ്ഞങ്ങ് എഴുന്നേറ്റിരുന്നു. അങ്ങനെ അരിയെല്ലാം കൂടി കഴുകി താണ്ടെ അടുപ്പത്ത് കൊണ്ടുവന്നു. കലത്തിൻ്റെ മേളിൽ ഞങ്ങൾ ഒരൽപ്പം വെള്ളം വെച്ചു, അങ്ങോട്ട് തിളയ്ക്കുമ്പം പറ്റുന്തോറും അത് ഒഴിക്കാനായിട്ട്. അങ്ങനെ അരിയെല്ലാം എന്തായിട്ട് പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു പോയത് ചായയ്ക്ക് വേണ്ടി. തിരിച്ചു വന്നപ്പോഴത്തേക്കും പാൽ തിളയ്ക്കാറായി. അങ്ങനെ ഞാൻ തേയില പഞ്ചസാരയെല്ലാം ഇട്ട് പാലരിച്ചങ്ങ് എടുത്ത്. രാവിലെ ആരും നേരത്തെ എഴുന്നേറ്റിട്ടില്ല, ഞാൻ മാത്രമേ എഴുന്നേറ്റുള്ളൂ. അങ്ങനെ അവർക്ക് വേണ്ടി വിളിച്ചുണർത്താമെന്ന് പറഞ്ഞാൽ അവർക്കും എല്ലാം ഓരോ ഗ്ലാസ് വീതം ചായയെല്ലാം ഒഴിച്ച് കൊണ്ട് കൊടുക്കാനായിട്ട് നിന്നു. എന്നിട്ട് ഞാനൊരു ഗ്ലാസ് ചായ അങ്ങ് എടുത്ത്. അപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴ, മഴയും കണ്ട് ഞാനും ചായ കുടിച്ച്. പിന്നെ പണി ഉണങ്ങാമെന്നും പറഞ്ഞങ്ങ് നേരത്തെ അടുക്കളയിലോട്ട് ഞാൻ വന്നു. അപ്പോഴത്തേക്ക് നേരം വെളുത്ത് തുടങ്ങിയായിരുന്നു. ഇന്നും ബീട്രൂട്ട് തോരനാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ ഇതേ ഉള്ളൂ എന്ന്. മക്കൾക്ക് സ്കൂളിൽ കൊണ്ട് ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് മിക്കപ്പോഴും ബീട്രൂട്ട് തോരൻ വെക്കുന്നത്. അപ്പോഴത്തേക്ക് രണ്ട് അതിഥികൾ വന്നിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ ഇതിലൊന്നും വീട്ടിൽ അടുപ്പിക്കത്തേ ഇല്ല. മീൻ കണ്ടിക്കുന്നതിന് കണ്ടപ്പോഴാണ് വന്നത്. അങ്ങനെ തോരൻ അടിയേക്കാൻ വേണ്ടി അരപ്പെല്ലാം അരച്ച് കണ്ട് വെച്ചിരുന്നു. ഏകദേശം തോരനുള്ളതെല്ലാം ആയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വലിയ കറികളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ തോരനെല്ലാം വെന്ത് ഞാൻ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കറിക്കുള്ളത് നേരത്തെ അരച്ച് വെച്ചിരുന്നു. ചാളയാണെന്ന് കിട്ടിയിരുന്നത്. അങ്ങനെ അടുപ്പത്ത് വെച്ച്. പിന്നെ കാപ്പിക്കുള്ള പരിപാടി നോക്കാമെന്ന് പറഞ്ഞെങ്കിൽ യുണൈറ്റേഴ്സിൻ്റെ പുട്ടുപൊടി എന്ന് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അതാകുമ്പോഴത്തേക്കും എളുപ്പം കുഴച്ച് വെക്കാമല്ലോ, നല്ല സോഫ്റ്റ് പുട്ടും ആയിരിക്കുമല്ലോ എന്ന് കരുതി. അങ്ങനെ അത്യാവശ്യത്തിന് ഉപ്പും വെള്ളവും എല്ലാം കുഴച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അവസാനം പുട്ട് റെഡി. ഞങ്ങളിവിടെ കറിക്ക് കുറേ കടുക് താളിച്ചൊഴിക്കും കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല മണവും കിട്ടും, കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത്. പിന്നെ കറിയും അതിലേക്ക് ഇതെല്ലാം ഒഴിച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കി വെച്ചു. അപ്പോൾ എത്ര വിളിച്ചാട്ടാ. ബൈ ബൈ.